നമുക്കറിയാം വാട്ട് ആർ സൊല്യൂഷൻസ്. സൊല്യൂഷൻസിന്റെ ഡെഫിനിഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. സൊല്യൂഷൻസ് ആർ ഹോമോജീനസ് മിക്സ്ചേഴ്സ് കണ്ടെയ്നിങ് 2 or more components. ഓക്കെ, സൊല്യൂഷൻസ് പറയുമ്പോൾ ഹോമോജീനസ് മിക്സർ ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. വാട്ട് ഈസ് മീൻ ഹോമോജീനസ് മിക്സർ? ഹോമോജീനസ് മിക്സേഴ്സ് മീൻസ് എ മിക്സർ ഹാവിംഗ് സെയിം കോമ്പോസിഷൻ ത്രൂ ഔട്ട്. ഒരു മിക്സറിന്റെ എല്ലാ ഭാഗത്തും ഒരേ കോമ്പോസിഷൻ ആണെങ്കിൽ അതിന്റെ പേരാണ് ഇത് ഹോമോജീനസ് മിക്സർ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് സോൾട്ട് സൊല്യൂഷൻ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഹോമോജീനസ് മിക്സർ. ഓക്കെ, സോൾട്ട് സൊല്യൂഷൻ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിൽ ആ സോൾട്ട് സൊല്യൂഷന്റെ എല്ലാ ഭാഗത്തും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. അതുകൊണ്ട് സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹോമോജീനസ് മിക്സർ ആണ്. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷൻ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു ഓൾ ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആർ എക്സാമ്പിൾ ഫോർ ഹോമോജീനസ് മിക്സർ. Therefore, solutions are homogeneous mixtures containing 2 or more than 2 components. ഒരു സൊല്യൂഷനകത്ത് ഒന്നുകിൽ 2 കമ്പോണന്റ് വരാം, അല്ലെങ്കിൽ 2-ലധികം കമ്പോണന്റ്സ് വരാം. ഒരു സൊല്യൂഷനകത്തുള്ള കമ്പോണന്റ്സ് വിളിക്കുന്ന പേരെന്തൊക്കെയായിരുന്നു? ഒന്ന് സോൾവെന്റ്. ഫസ്റ്റ് കമ്പോണന്റ് ഈസ് കോൾഡ് സോൾവെന്റ് ആൻഡ് അതർ കമ്പോണന്റ്സ് ആർ കോൾഡ് സൊല്യൂട്ട്സ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെന്റ്. സോൾവെന്റ്, വാട്ട് ഈസ് ബൈ സോൾവെന്റ്? സോൾവെന്റ് എന്ന് പറയുമ്പോൾ ഒരു സൊല്യൂഷനകത്ത് കൂടുതൽ എമൗണ്ട് അടങ്ങിയിരിക്കുന്ന കമ്പോണന്റിന്റെ പേരാണ് സോൾവെന്റ്. ഒരു സൊല്യൂഷനിൽ കൂടുതൽ എമൗണ്ട് അടങ്ങിയിരിക്കുന്ന കമ്പോണന്റിന്റെ പേരാണ് സോൾവെന്റ്. ദാറ്റ് ഈസ് കമ്പോണന്റ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ലാർജർ ക്വാണ്ടിറ്റി. കമ്പോണന്റ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ larger quantity. The solvent means the component that is present in larger amount. And the solute means other components are called solute. Solvent ഒഴികെയുള്ള മറ്റുള്ള കമ്പോണന്റ്സിന്റെ പേരാണ് ഏത്? solute. Other components are called solute. Okay, the solvent എന്ന് പറയുമ്പോൾ component that is present in larger amount. നമ്മൾ സോൾട്ട് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കൂടുതൽ വെള്ളത്തിനകത്തേക്ക് കുറച്ച് ഉപ്പാണ് ഇടുന്നത്. അതുകൊണ്ട് അവിടെ ഉപ്പ് ദാറ്റ് ഈസ് സോഡിയം ക്ലോറൈഡ് ഈസ് ദ സൊല്യൂട്ട്. ആൻഡ് ലാർജർ എമൗണ്ട് അടങ്ങിയിരിക്കുന്ന വാട്ടർ ആയതുകൊണ്ട് അതിന്റെ പേരാണ് സോൾവെന്റ്. ഓക്കെ, മറ്റൊരു ഡെഫിനേഷൻ കൂടിയുണ്ട്. ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡിസോൾവ്ഡ്. ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡിസോൾവ്ഡ്. ഏത് സബ്സ്റ്റൻസ് ആണോ ഡിസോൾവ് ചെയ്യുന്നത് അതിന്റെ പേരാണ് ഏത്? സൊല്യൂട്ട്. ആൻഡ് ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ്. ഏത് സബ്സ്റ്റൻസിനകത്താണോ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നത്, ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഈസ് കോൾഡ് സോൾവെന്റ്. സോൾവെന്റ് രണ്ട് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഒന്നുകിൽ ദ കമ്പോണന്റ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ലാർജർ എമൗണ്ട്, അല്ലെങ്കിൽ ഇതായിരിക്കും കുറെ കൂടെ നല്ല ഡെഫിനിഷൻ തോന്നുന്നു. ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ്. സൊല്യൂട്ട് എവിടെ ഡിസോൾവ് ചെയ്യുന്നു ആ സബ്സ്റ്റൻസിന്റെ പേര് സോൾവെന്റ്. ഓക്കെ, അതേപോലെ സൊല്യൂട്ടിന്റെ ഡെഫിനിഷൻ ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡിസോൾവ്ഡ്. ഏത് സബ്സ്റ്റൻസ് ആണോ ഡിസോൾവ് ചെയ്യുന്നത്, ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡിസോൾവ്ഡ് ഈസ് കോൾഡ് സൊല്യൂട്ട്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ് എല്ലാം തന്നെ അക്വസ് സൊല്യൂഷൻ ആണ്. അക്വസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഹിയർ ദ സോൾവെന്റ് ഈസ് വാട്ടർ. ഇവിടെ സോൾവെന്റ് എല്ലായ്പ്പോഴും വാട്ടർ ആയിരിക്കും. സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ ആ സൊല്യൂഷന്റെ പേരാണ് അക്വസ് സൊല്യൂഷൻ. നമ്മൾ സാധാരണ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾവെന്റ് മെൻഷൻ ചെയ്തില്ല എങ്കിൽ എല്ലായ്പ്പോഴും സോൾവെന്റ് വാട്ടർ ആയിരിക്കും. സോൾവെന്റ്സിന് മറ്റ് എക്സാമ്പിൾസ് ആണ്. ഒന്ന് കാർബൺ ഡൈസൾഫൈഡ് CS2, കാർബൺ ഡൈസൾഫൈഡ്. അതേപോലെ എത്തനോൾ ഒരു സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. പെട്രോൾ, അതേപോലെ ഡീസൽ, അതേപോലെ കെറസിൻ, അസറ്റോൺ. These are examples for common solvent. CS2, carbon disulfide, ethanol, petrol, diesel, acetone, kerosene. They are called organic solvents. Organic solvents are example of carbon disulfide, ethanol, petrol, diesel, acetone, kerosene, benzene. Benzene of benzene, toluene. ഇതെല്ലാം തന്നെ ഓർഗാനിക് സോൾവെന്റ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡിസോൾവ്ഡ് ഈസ് കോൾഡ് സൊല്യൂട്ട്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ in salt solution,
in salt solution, which is a solute. Solute is salt, and the solvent is water. Solvent is water. In salt solution, the solute is salt and the solvent is water. In sugar solution are solute is sugar and the solvent is here also water. Okay, the solution are the sadharana solutions are homogeneous mixtures containing 2 or more components എന്ന് പറഞ്ഞു. ഇനി ഒരു സൊല്യൂഷനകത്ത് 2 കമ്പോണന്റ് മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ പേരാണ് ബൈനറി സൊല്യൂഷൻ. വാട്ട് ആർ ബൈനറി സൊല്യൂഷൻ? Binary solution means solutions containing only 2 components. രണ്ട് കമ്പോണൻസ് മാത്രമുള്ള സൊല്യൂഷന്റെ പേരാണ് ബൈനറി സൊല്യൂഷൻ. ബൈനറി സൊല്യൂഷൻസ് ആർ solutions containing only 2 components. These components are, one component is called solute and the other is called solvent. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്ന എല്ലാം ബൈനറി സൊല്യൂഷൻസ് ആണ്. 2 കമ്പോണൻസ് മാത്രം അടങ്ങിയ, അല്ലെങ്കിൽ ഒരു സോൾവെന്റ് മാത്രം അടങ്ങിയ സൊല്യൂഷനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു സൊല്യൂഷനെ പറ്റി മറ്റൊന്നുകൂടി പറയണം. ഒരു സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സോൾവെന്റ് ആണ്. That is, the physical state of a solution is same as that of solvent. സോൾവെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും സൊല്യൂഷന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ്. എന്ന് പറയുമ്പോൾ സോൾവെന്റ് സോൾഡ് ആണെങ്കിൽ സൊല്യൂഷനും സോൾഡ് ആയിരിക്കും. സോൾവെന്റ് ലിക്വിഡ് ആണെങ്കിൽ സൊല്യൂഷനും ലിക്വിഡ് ആയിരിക്കും. സോൾവെന്റ് ഗ്യാസ് ആണെങ്കിൽ സൊല്യൂഷനും ഗ്യാസ് ആയിരിക്കും. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ വിക്ടേഴ്സ് ചാനലിനകത്ത് ആ ക്ലാസ്സിനകത്ത് 9 ടൈപ്സ് ഓഫ് സൊല്യൂഷനെ പറ്റി പഠിച്ചിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റിനകത്ത് പ്രത്യേകം ബോക്സിൽ കിടപ്പുണ്ട്, അതുകൂടി ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. നമ്മുടെ ഈ സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? മാസ് പെർസെന്റേജ്, സെക്കൻഡ് വോളിയം പെർസെന്റേജ്, തേർഡ് പാർട്സ് പെർ മില്യൺ ppm, ഫോർത്ത് മോൾ ഫ്രാക്ഷൻ, ഫിഫ്ത്ത് മൊളാരിറ്റി, സിക്സ്ത് മൊളാരിറ്റി. ഇത് കൂടാതെ നോർമാലിറ്റി എന്നൊരു കോൺസെൻട്രേഷൻ ടൈം കൂടി ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സിലൂടെ നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞു. ഇതിനകത്ത് ചില മെത്തേഡ്സ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ചാൽ വോളിയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോൺസെൻട്രേഷൻ ടൈമും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. അതായത് വോളിയം പെർസെന്റേജ്, വേറെ പറയുകയാണെങ്കിൽ മൊളാരിറ്റി, നോർമാലിറ്റി, ഇതെല്ലാം വോളിയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് വോളിയവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കോൺസെൻട്രേഷൻ ടൈംസും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. അതേസമയത്ത് മൊളാലിറ്റി മാസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെന്റേജ്, ഇതെല്ലാം മാസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ് മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെന്റേജ്, അതേപോലെ മൊളാലിറ്റി. ഓക്കെ, അതൊക്കെ നമ്മൾ നേരത്തെ വിശദമായിട്ട് പഠിച്ചതാണ്. പിന്നെ നമ്മൾ പഠിച്ചത് സൊല്യൂഷനകത്തുള്ള സോലിബിലിറ്റി കൺസെപ്റ്റ് ആയിരുന്നു. സോലിബിലിറ്റി അല്ല, ഒരു ഡെഫിനിറ്റ് എമൗണ്ട് സോൾവറിനകത്ത് എത്രമാത്രം സൊല്യൂട്ട് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഡിസോൾവ് ചെയ്യുമോ അതിനെ വിളിക്കുന്ന പേരാണ് സോലിബിലിറ്റി. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോലിബിലിറ്റി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചതാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതേപോലെ ഒരു സൊല്യൂഷനകത്ത് തന്നെ ഗ്യാസ് ഇൻ ലിക്വിഡ്, ഒരു ഗ്യാസ് ലിക്വിഡിനകത്ത് ഡിസോൾവ് ചെയ്ത സൊല്യൂഷന്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ലോ പഠിക്കുകയുണ്ടായി. ആ ലോയുടെ പേരെന്തായിരുന്നു? ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നോർത്തു നോക്കിയേ. Henry's law states that the partial pressure of a gas in vapor phase is directly proportional to its mole fraction in solution. The partial pressure of a gas in vapor phase, ഒരു ഗ്യാസിന്റെ വേപ്പർ ഫേസിലുള്ള പാർഷ്യൽ പ്രഷർ അതിന്റെ സൊല്യൂഷൻ അകത്തുള്ള മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം പഠിച്ചതായിരുന്നു P is equal to KH into H. ഇവിടെ KH വിളിക്കുന്ന പേരായിരുന്നു Henry's law constant. Henry's law constant. X എന്ന് പറയുമ്പോൾ മോൾ ഫ്രാക്ഷൻ ആണ്. P is the partial pressure. അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. 3 ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചതാണ്.